ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പിരി ചിക്കനാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഉണ്ടാക്കാൻ എങ്ങനെ നമുക്കൊന്ന് വീഡിയോ കാണാവുന്നതാണ്. ഞാൻ അതിനുവേണ്ടി 5 കോട്ടലുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള കോട്ടലുകളാണ്. ഇനി അതിൻ്റെ സ്കിന്ന് കളഞ്ഞ് നമുക്കത് നന്നായിട്ട് വരഞ്ഞെടുത്ത് വെക്കണം. ഇതുപോലെ നന്നായിട്ട് വരഞ്ഞ് എടുത്ത് വെക്കണം. നന്നായിട്ട് വരഞ്ഞ് വാഷ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് ഒരു സ്പൂണ് പെപ്പർ പൗഡർ, 1 സ്പൂണ് സാൾട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ സമയം കൊണ്ട് ഈ വേണ്ടിയുള്ള മാരിനേഷൻ നമുക്ക് റെഡിയാക്കാം. നമുക്ക് മാരിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു റെഡ് ഒനിയൻ, ബെൽ പെപ്പറുകൾ കളർഫുള്ളായിട്ടുള്ള ഒരു 3 വലുതാണെങ്കിൽ 2 മതി. പിന്നെ കുറച്ച് ഗാർലിക്ക്, കുറച്ച് ചുവന്ന പഴുത്ത മുളക്, കുറച്ച് ഉണക്കമുളക്, ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. റഫായിട്ട് നമുക്ക് കട്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഇട്ട് കൊടുക്കാം. ബെൽ പെപ്പർ കളയുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അരിയെല്ലാം കളയണം. അത് കഴിഞ്ഞ് നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ പെപ്പർ പൗഡർ, 1 സ്പൂൺ ചില്ലി പൗഡർ, 1 സ്പൂൺ പാപ്രിക്ക പൗഡർ, 1 സ്പൂൺ ഒറിഗാനോ, 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ, 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ ലൈം ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്. ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് തരിയൊന്നുമില്ല, നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം ഇത് കിട്ടാൻ. ഇവിടെ നന്നായിട്ട് ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പടർന്നു തോന്നുകയാണെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. അത് നമുക്ക് ആദ്യം മാരിനേഷൻ എന്ന് വെച്ചാൽ ചിക്കൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മാരിനേഷൻ ചെയ്യണം. മാരിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചിക്കൻ കീറി വെച്ചിരിക്കുന്ന വരവിൽ കൂടെ എല്ലാം നന്നായിട്ട് മാരിനേഷൻ കയറ്റി വെച്ചാലാണ് നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫ്ലേവറും കാര്യങ്ങളെല്ലാം പിടിക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നന്നായിട്ട് മാരിനേഷൻ ചെയ്ത് വെക്കണം. ഇത് നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല. മാരിനേഷൻ ചെയ്തിട്ട് നമുക്കൊരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ചെയ്യുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കണം. അത് കഴിഞ്ഞാൽ നമ്മളത് ബേക്ക് ചെയ്യണത്. ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യണത്. നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. നമ്മളെടുത്ത് ആ പാനിലോട്ട് വെക്കുന്ന മുമ്പായിട്ട് ഒന്നും കൂടെ ആ മാരിനേഷൻ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മാരിനേഷൻ എല്ലാം നന്നായിട്ടാവും. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒന്നുകൂടെ മാരിനേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ട്രേയിലേക്ക് ഇതുപോലെ നിരത്തി വയ്ക്കാം. ആ ട്രേയിലേക്ക് നിരത്തി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ കുറച്ച് മാരിനേഷൻ ബാക്കി വരും. അതിങ്ങനെ മുളക്കിട്ട് തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് ബാക്കി വരും നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ബാക്കി വരുന്ന മാരിനേഷൻ്റെ മറുവശം കൂടെ തേച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിത് ഓവനോട്ട് വയ്ക്കുകയാണ്. ഓവനോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 50 മിനിറ്റാണ് ഞാനത് സെറ്റ് ചെയ്യണത്. 150 ഡിഗ്രിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ആക്കിയപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് ചിക്കൻ നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. തിരിച്ച് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിലുണ്ടാകുന്ന മാരിനേഷൻ ബാക്കി അതിന് മുകളിലോട്ട് നമുക്ക് ഈ സമയത്ത് തേച്ച് കൊടുക്കാവുന്നതാണ്. മാരിനേഷൻ ഇതുപോലെ തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഓവനിലോട്ട് വെച്ച് ബേക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ടോട്ടൽ ഞാൻ 50 മിനിറ്റാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഈ കളറാണ് അയക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ പാനിൽ എണ്ണ വെച്ചിട്ട് ഒന്നുകൂടെ വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യാവുന്നതാണ്. കളർ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഓവന് ഓപ്പണായിട്ട് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഗ്രില്ല് ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ അതിൻ്റെ അകത്താൻ വരുന്ന ഓയിൽ അതിൻ്റെ മുകളിലിട്ടുന്ന തൂളിയാൽ നല്ലതാണ്. പിന്നെ അത് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 10 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കളറായി കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞാൽ പാനിൽ എണ്ണ വെച്ചിട്ട് ഒരു ഷാലോ ഫ്രൈ ആയിട്ട് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ പെരിപ്പരി ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഓവനുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ രീതി ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാരിനേഷനും ബേക്കിങ്ങാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. നമുക്ക് ഒത്തിരി ഹാർഡെന്ന് പറയുന്നില്ല, സോഫ്റ്റായിട്ടാണ് നമുക്ക് ചിക്കൻ കിട്ടിയേക്കുന്നത്. നമുക്ക് അതൊക്കെ 2 വെള്ളം കൂട്ടി നമ്മൾ കിള്ളുമ്പോൾ തന്നെ പൊളിഞ്ഞു വരുന്നുണ്ട്. സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതി ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. നമുക്ക് സൈഡായിട്ട് മയോണൈസോ സാലസയോ സലാഡോ എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.